ഹലോ നമസ്കാരം. നമ്മൾ ഇതിനു മുന്നേ XT.com നിന്ന് എങ്ങനെ ആപ്പിൾ സ്റ്റോക്കൺ ബൈ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ആപ്പിൾ സ്റ്റോക്ക് വാങ്ങിയ ആപ്പിൾ സ്റ്റോക്കൺ നമ്മൾ ഫേസ് ടൂവിൽ കൊണ്ടുപോയി എങ്ങനെ സ്റ്റേക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ ഡോളറൊക്കെ ആഡ് ചെയ്ത് ആപ്പിൾ സ്റ്റോക്കൺ വാങ്ങി നോക്കണം. അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് പോയിട്ട് കണ്ടാൽ നമുക്ക് ആപ്പിൾ സ്റ്റോക്കൺ എങ്ങനെ വാങ്ങാം എന്ന് മനസ്സിലാവും. ഫേസ് ടു നമ്മൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിൾ സ്റ്റോക്കൺ .io എന്നടിച്ചാൽ നേരെ നമുക്ക് ഫേസ് ടൂവിലേക്ക് പോകാം. എന്നിട്ട് നമ്മളിവിടെ എൻ്റർ BSC വാലറ്റ് അഡ്രസ്സ് എന്നുള്ള കൊടുത്ത് അതിന് മുന്നേ ഫേസ് വണ്ണായിട്ട് കണക്ട് ചെയ്യാം. ക്ലിക്ക് ഹെയർ ഇഫ് യു ഹാവ് ആൻ ആപ്പിൾ ID എന്നുള്ള കൊടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഫേസ് വണ്ണിൻ്റെ ID കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കണക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മളെ ട്രസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ BSC വാലറ്റ് അഡ്രസ്സ് വരും. അതേപോലെ തന്നെ ഫേസ് വണ്ണിൻ്റെ യൂസർ ID കൊടുക്കാം, അതേപോലെ തന്നെ പാസ്വേഡും കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഫേസ് വണ്ണായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ വാലറ്റ് അഡ്രസ്സ് ചോദിക്കും ഫസ്റ്റ് തന്നെ. അത് നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് ആപ്പിൾ സ്റ്റോക്കൻ്റെ റിസീവ് അഡ്രസ്സ് എടുത്തിട്ട് ഇവിടെ കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഫേസ് വണ്ണിൻ്റെ പാസ്വേഡും അത് കൊടുത്താൽ നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ അഡ്രസ്സും അതേപോലെ തന്നെ പാസ്വേഡും കൊടുത്തു. ഇനി നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് ഫേസ് ടു. അപ്പോൾ നമ്മൾ ലോഗിൻ ആയി. അപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി ഒരു ബേസിക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഡെയിലി വന്ന പ്രോഫിറ്റും കാണും. ഇപ്പോൾ കറണ്ട് ബാലൻസിൽ 13 ആപ്പിൾ സ്റ്റോക്കൺ കാണും. ഇതിൽ നമുക്ക് അന്ന് ബേൺ ചെയ്തതിൽ കാണാൻ പറ്റും. 120 നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. 50 ബേണായി. അങ്ങനെ 70 ക്യാപിറ്റലിലേക്ക് പോയി. അങ്ങനെ ഓരോ ദിവസം വന്ന പ്രോഫിറ്റിൻ്റെ കണക്കാണ് ഇതിൽ കാണുന്നത്. ഇനി നമ്മൾ ഡാഷ്ബോർഡ് എടുത്തിട്ട് ഇതിൽ നമ്മൾ ഫേസ് വണ്ണായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു BSC വാലറ്റ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൽ ഡെപ്പോസിറ്റ് നൗ എന്ന് ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു QR കോഡും അതേപോലെ തന്നെ ഒരു അഡ്രസ്സും വരും. വേണമെങ്കിൽ നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിസീവ് അഡ്രസ്സ് അവിടെ കോപ്പി ചെയ്യാം. വീണ്ടും നമ്മൾ XT.com ഓപ്പൺ ആക്കണം. XT.com ഓപ്പൺ ആക്കിയാൽ നമ്മൾ ഈ താഴെ കാണുന്ന അസറ്റിൽ ക്ലിക്ക് ചെയ്താൽ സ്പോട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ വാങ്ങിയ ആപ്പിൾ സ്റ്റോക്കൺ കാണും. ഇനി അപ്പെക്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പെക്സിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ക്വാണ്ടിറ്റി കാര്യങ്ങൾ കാണും. ഇതിൽ നമ്മൾ താഴെ കാണുന്ന ഡെപ്പോസിറ്റ് വിഡ്രോവൽ എന്നുണ്ട്, അതേപോലെ തന്നെ ട്രാൻസ്ഫർ എന്നുണ്ട്. ഇതിൽ വിഡ്രോവൽ എന്നാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിലേക്ക് ആപ്പിൾ സ്റ്റോക്കൺ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ റെസീവ് അഡ്രസ്സ് എടുക്കാം. ഇതിൽ നിന്ന് നമ്മൾ ആപ്പിൾ സ്റ്റോക്കൺ ഫേസ് ടൂയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ വിഡ്രോവൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഏതാണ് വിഡ്രോവൽ ടൈപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ചെയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നെറ്റ്വർക്ക് ഏതാണെന്ന് വരും. ഓക്കെ, ഇനി നമ്മളിതിൽ വിഡ്രോവൽ എമൗണ്ട് ചോദിക്കുന്നുണ്ട്. അവിടെ 120 കൊടുക്കുമ്പോൾ ഇവിടെ താഴെ കാണുന്നുണ്ടും അരവൽ എമൗണ്ട് 117 അവിടേക്ക് ചെയ്യുള്ളൂ. 3 ആപ്പിൾ സ്റ്റോക്കൺ ഇതിൽ ഫീ ആയിട്ട് പോകും. അപ്പോൾ നമ്മളിവിടെ 123 എന്ന് കൊടുക്കണം. ഈ 123 കൊടുത്താലാണ് 120 അതിലേക്ക് കയറുള്ളൂ. അപ്പോൾ കറക്റ്റ് നമ്മൾ 120 ചെയ്യണമെന്നുണ്ടെങ്കിൽ 123 അവിടെ കൊടുക്കണം. 3 ഫീ ആയിട്ട് പോകും. ഇനി നമ്മൾ വിഡ്രോവൽ എന്ന് കൊടുക്കുക, ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ താഴെ ഒരു സമ്മൺ ടിക്കറ്റ് ഉണ്ട്, അതേപോലെ ടിക്കറ്റോ കൺഫേം കൊടുക്കാം. ഇനി നമ്മളെ മെയിലും ഫോൺ നമ്പറും വെരിഫൈ ചെയ്യണം. അതുകൂടി അത് ചെയ്താൽ വിഡ്രോവൽ ആവും. മെയിലിലേക്ക് ഒരു OTP വരും. ആ OTP അടിച്ചു കൊടുക്കുക. അപ്പോൾ OTP കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വിഡ്രോവൽ സക്സസ് ആയി. അപ്പോൾ നമ്മൾ വിഡ്രോവൽ ഡീറ്റെയിൽസ് കൊടുത്താൽ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്ന സമയം എടുക്കുള്ളൂ. ഇപ്പോൾ സെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ടോക്കൺ വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ചെയ്യണം. ഇത് 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ പ്ലാനിൽ പോവാം. അപ്പോൾ ഒരുപാട് പ്ലാനുകൾ ഇവിടെ നമുക്ക് കാണാം. അതിൽ ബേസിക് പ്ലാനാണ് 120, അതേപോലെ തന്നെ 240 കാണും, 600, 1200, അങ്ങനെ ഒരുപാട് പ്ലാനുകളുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് 120 പ്ലാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 120 താഴെ കാണുന്ന ബേൺ ഓൺ പ്ലാൻ ആക്കി എന്നുള്ളത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേൺ പ്ലാൻ ആകരുത്, നമ്മൾ വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബേൺ പ്ലാൻ എന്ന് കൊടുക്കാം. അപ്പോൾ പർച്ചേസ് ബേൺ 50 സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ടോട്ടൽ ബേൺ ചെയ്തത് 100 ആപ്പിൾ സ്റ്റോക്കൺ ബേൺ ചെയ്തു. അതേപോലെ തന്നെ നമ്മളെ ക്യാപിറ്റൽ 140 ആയി. ആദ്യം 70 ചെയ്തു, പിന്നെ ഇപ്പോൾ 70 ചെയ്തു, ഇപ്പോൾ 140. ഇനി നാളെ മുതൽ നമുക്ക് 140 പ്രോഫിറ്റ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോയിന് വാങ്ങിയിട്ട് അതേപോലെ തന്നെ ഫേസ് ടൂയിലേക്ക് സ്റ്റേക്ക് ചെയ്യാം. ഓക്കെ, കോയിൻ വാങ്ങുന്ന വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ XT.com വാങ്ങി വെച്ച കോയിന് നമ്മൾ ഫേസ് ടൂയിലേക്ക് കൊണ്ടുവന്ന് സ്റ്റേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.